മുണ്ടമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീലിൽ തിങ്കളാഴ്ച വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുറ്റക്കാരനാക്കിയ വിധി മരവിപ്പിക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, ഇന്ന് വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, ഇന്നത്തെ മാറ്റിയല്ലേ? ഇത് രണ്ടാമത്തെ തവണയാണ് മാറ്റുന്നത്. കഴിഞ്ഞ തവണ പരിഗണിച്ച സമയത്ത് ഇന്നത്തേക്ക് വിധി പറയാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് മാറ്റി തിങ്കളാഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇതിൽ വിധി പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിക്ഷാവിധി നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള വിധി കൂടി മരവിപ്പിച്ചിരുന്നെങ്കിൽ ആന്റണി രാജുവിന്റെ അയോഗ്യത മാറുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അത് ഇനി വീണ്ടും നീട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാത്രമേ അതിന്റെ ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്തായിരിക്കും വിധി, ആന്റണി രാജുവിന്റെ അയോഗ്യത സംബന്ധിച്ച് എന്തായിരിക്കും ഭാവി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ അപ്പീൽ നേരത്തെ ഫയൽ ചെയ്തിരുന്നു. 2 ഉപഹർജികളുമായിട്ടുള്ള അപ്പീലായിരുന്നു ആന്റണി രാജു ഫയൽ ചെയ്തത്. ഒന്ന് ശിക്ഷാവിധി, അതായത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിട്ടുള്ള 3 വർഷത്തെ ശിക്ഷ അത് മരവിപ്പിക്കണമെന്നുള്ളതായിരുന്നു വിധി. അത് മരവിപ്പിച്ചു. അതിനുശേഷമാണ് കൺവിക്ഷൻ, അതായത് കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള വിധി കൂടി മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം വന്നത്. കാരണം ഇത് രണ്ടും മരവിപ്പിച്ചാൽ മാത്രമേ MLA സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത മാറുകയുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആന്റണി രാജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. അതിനി മാറ്റാനുള്ള സാധ്യത തിങ്കളാഴ്ച തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി പറയാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി അനുകൂലമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആന്റണി രാജുവിന്റെ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രോസിക്യൂഷൻ ഒരു അപ്പീൽ നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ആന്റണി രാജുവിന്റെ ശിക്ഷ പോരാ, അതായത് 3 വർഷത്തെ ശിക്ഷ കൊടുത്തത് മതിയാവില്ല, കൂടുതൽ വകുപ്പുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പീൽ പോലും ഈ വിഷയത്തിൽ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി അതെന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് അത് വളരെ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കീഴ്ക്കോടതി, അതായത് നെടുമങ്ങാട് കോടതി ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ആന്റണി രാജുവിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളൊന്നും തന്നെ കേട്ടില്ല എന്നുള്ളതാണ് അപ്പീലിലെ ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശം. അതായത് ഈ കേസിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ താൻ പ്രതിയായിരുന്നില്ല, മറ്റു ചില ആളുകളായിരുന്നു പ്രതിയായിട്ടുണ്ടായിരുന്നത്, അത് പിന്നീട് രാഷ്ട്രീയ പ്രേരിതമായി കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങളാണ് ആന്റണി രാജു ഉയർത്തിയത്. പക്ഷേ അതൊന്നും തന്നെ നെടുമങ്ങാട് കോടതി കേൾക്കാതെയാണ് 5 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വിധി പ്രസ്താവിച്ചത് എന്നുള്ളതാണ് അപ്പീലിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഈ 2 ഉപഹർജികൾ നൽകിക്കൊണ്ട് കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള വിധിയും ശിക്ഷാവിധിയും മരവിപ്പിക്കണം എന്നുള്ള 2 ഉപഹർജികൾ നൽകിക്കൊണ്ട് ഒരു അപ്പീൽ ആന്റണി രാജു സമർപ്പിച്ചത്. ശരി, ആന്റണി രാജുവിന്റെ അപ്പീലിൽ വിധി തിങ്കളാഴ്ച പറയും. വിശദാംശങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.